നമസ്കാരം. ലോകത്ത് നമുക്ക് ചുറ്റും കാണുന്ന ചില പ്രശസ്തമായ ഉൽപ്പന്നങ്ങളുണ്ടല്ലേ, അവയുടെയൊക്കെ പേരിനകത്ത് ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തുകൊണ്ടാണ് ചില പേരുകൾക്ക് മാത്രം ഇത്രയധികം വിലയും പ്രാധാന്യവും കിട്ടുന്നത്? നമുക്കൊന്ന് നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ. ഷാംപെയിൻ, ഡാർജിലിംഗ് ചായ, പിന്നെ ടെക്വീല. ഒറ്റനോട്ടത്തിൽ ഒരു ബന്ധവുമില്ല, അല്ലേ? പക്ഷെ ഇവർക്കെല്ലാവർക്കും പൊതുവായിട്ടൊരു കാര്യമുണ്ട്. എന്തായിരിക്കും അത്? ഈ ലിസ്റ്റ് ഇവിടെ തീരുന്നില്ല കേട്ടോ. ഇറ്റലിയിലെ പാർമ ഹാം, സ്കോട്ട്ലൻഡിലെ സ്കോച്ച് വിസ്കി, പിന്നെ നമ്മുടെ സ്വന്തം കാഞ്ചീപുരം പട്ടുസാരി, ഫ്രാൻസിലെ റോക്ക്ഫോർട്ട് ചീസ്, ഇതൊക്കെ ലോക പ്രശസ്തമാണ്, ശരിതന്നെ. പക്ഷെ വെറും പ്രശസ്തി മാത്രമല്ല ഇവിടെ പ്രത്യേകത. ഈ പേരുകൾക്ക് പിന്നിൽ വലിയൊരു നിയമസംരക്ഷണമുണ്ട്. അപ്പോ എന്താണ് ഈ പേരുകളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സംരക്ഷണം? നമുക്ക് ആ രഹസ്യത്തിന്റെ ചുരുളഴിക്കാം. അപ്പോ ഉത്തരം ഇതാണ്: ഭൗമശാസ്ത്രപരമായ സൂചിക, ഇംഗ്ലീഷില് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ എളുപ്പത്തിന് GI എന്ന് പറയും. ഇത് വെറും ഒരു പേരല്ല കേട്ടോ, ഇതൊരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ള നിയമകവചമാണ്. അതായത് ആർക്കും തോന്നിയ പോലെ ഈ പേരുകൾ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോ എന്താണ് GI എന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിയാലോ? സിമ്പിളായിട്ട് പറഞ്ഞാല്, ഒരു പ്രോഡക്റ്റ് ഒരു പ്രത്യേക സ്ഥലത്തു നിന്നാണ് വരുന്നതെങ്കിൽ ആ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ, അതായത് അവിടുത്തെ മണ്ണോ വെള്ളമോ കാലാവസ്ഥയോ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ പാരമ്പരാഗതമായ അറിവോ, ഇതൊക്കെ കാരണം ആ പ്രോഡക്റ്റിനൊരു പ്രത്യേക ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഒരു പേരോ കിട്ടും. ഈ ഒരു ബന്ധത്തെ സംരക്ഷിക്കുന്നൊരു ബൗദ്ധിക സ്വത്തവകാശമാണ് GI. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, ഇത് ഒരാളുടെ പേരിലല്ല രജിസ്റ്റർ ചെയ്യുന്നത്, മറിച്ച് ആ നാട്ടിലെ ഒരു സമൂഹം ഒട്ടടങ്കമാണ് അതിന്റെ അവകാശികൾ. രണ്ടാമത്തെ കാര്യം, ഇത് ആ സ്ഥലത്തിന്റെ തനിമയുമായി കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. അതായത് കാഞ്ചീപുരം സാരി കാഞ്ചീപുരത്ത് നെയ്താൽ മാത്രമേ ആ പേര് ഉപയോഗിക്കാൻ പറ്റൂ. വേറൊരിടത്ത് ഉണ്ടാക്കിയിട്ട് കാഞ്ചീപുരം സാരിയാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ അവകാശം ഓരോ 10 വർഷം കൂടുമ്പോഴും പുതുക്കിക്കൊണ്ടേയിരിക്കാം. പലർക്കും കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമാണിത്. GI, പേറ്റന്റ്, ട്രേഡ്മാർക്ക് കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും ഇതൊക്കെ മൂന്നാണ്. എന്താണ് വ്യത്യാസമെന്ന് നമുക്ക് നോക്കാം. ഈ ടേബിൾ നോക്കൂ, വ്യത്യാസം വളരെ ക്ലിയറാണ്. GI ഒരു സ്ഥലത്തിന്റെ തനിമയുള്ള ഉൽപ്പന്നത്തെയാണ് സംരക്ഷിക്കുന്നത്. പക്ഷെ പേറ്റന്റ് എന്ന് പറയുന്നത് ഒരു പുതിയ കണ്ടുപിടുത്തത്തിനാണ് കൊടുക്കുന്നത്. ട്രേഡ്മാർക്ക് ആണെങ്കിലോ ഒരു ബ്രാൻഡിന്റെ ലോഗോ, പേര്, അങ്ങനെയുള്ള ഐഡന്റിറ്റിയെ സംരക്ഷിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഉടമസ്ഥാവകാശത്തിലാണ്. GI ഒരു സമൂഹത്തിന്റേതാണ്, എന്നാൽ പേറ്റന്റും ട്രേഡ്മാർക്കുമൊക്കെ ഒരു വ്യക്തിക്കോ കമ്പനിക്കോ സ്വന്തമാക്കാം. ഇതുവരെ GI എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി എന്തിനാണ് GI എന്ന് നോക്കാം. ഇത് വെറും ഒരു ടാഗ് മാത്രമല്ല, ഇതിന് അതിനേക്കാളൊക്കെ വലിയ ശക്തിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുകൊണ്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ തന്നെയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, വ്യാജ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് തടയാൻ പറ്റും. അപ്പോൾ യഥാർത്ഥ നിർമ്മാതാക്കൾക്ക് അവരുടെ പ്രോഡക്റ്റിന് നല്ല വില കിട്ടും. ഇത് ആ നാട്ടിലെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. ഡാർജിലിംഗ് ചായയ്ക്കും കാഞ്ചീപുരം പറ്റിനുമൊക്കെ ലോക മാർക്കറ്റിൽ ഇത്രയും വില കിട്ടുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ GI ടാഗാണ്. പൈസ മാത്രമല്ല ഇതിന്റെ ഗുണം, GIക്ക് ഒരു സാംസ്കാരികവും സാമൂഹികവുമായ വശം കൂടിയുണ്ട്. തലമുറകളായിട്ട് കൈമാറി വരുന്ന അറിവുകളില്ലേ, ചില പ്രത്യേക കഴിവുകൾ, അതൊന്നും നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കാൻ GI സഹായിക്കും. ഉദാഹരണത്തിന് ആറന്മുള കണ്ണാടി, ആ ഒരു നിർമ്മാണ രീതി സംരക്ഷിക്കപ്പെടുന്നതിൽ GIക്ക് വലിയൊരു പങ്കുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസിലെ ഷാംപെയിൻ മേഖല പോലെ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും ഇത് സഹായിക്കും. ഇനി നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് വരാം. ഇന്ത്യ എങ്ങനെയാണ് ഈ GI സംവിധാനം ഇത്ര ഗംഭീരമായി ഉപയോഗിച്ചത് എന്ന് നോക്കാം. ഇതൊരു കിടിലൻ കേസ് സ്റ്റഡിയാണ്. ഇന്ത്യയുടെ യാത്ര കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. 1995 ലോക വ്യാപാര സംഘടനയുടെ ഒരു ഉടമ്പടി വന്നു. അതിനുശേഷം ഇന്ത്യ വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ നീക്കിയത്. 1999 നമ്മൾ സ്വന്തമായി നിയമം പാസാക്കി. 2003 അത് നിലവിലും വന്നു. തൊട്ടടുത്ത വർഷം 2004 ഡാർജിലിംഗ് ചായയ്ക്ക് രാജ്യത്തെ ആദ്യത്തെ GI ടാഗ് കിട്ടി. അവിടെ നിങ്ങോട്ട് നോക്കിയാൽ ഇന്ത്യ ഈ രംഗത്തൊരു സൂപ്പർ പവറായി മാറിയെന്ന് തന്നെ പറയാം. അതെ, 500-ൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ GI ടാഗ് നേടിക്കഴിഞ്ഞു. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇത് ഏറ്റവും ഉയർന്ന കണക്കാണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം എത്രത്തോളം വലുതാണെന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. GIയുടെ ശക്തി ശരിക്കും മനസ്സിലാക്കാൻ ബസുമതി അരിയുടെ കേസ് നോക്കിയാൽ മതി. ഒരു അമേരിക്കൻ കമ്പനി ബസുമതി എന്ന പേരിൽ ഒരു അരിക്ക് പേറ്റന്റ് എടുക്കാൻ ശ്രമിച്ചു. അന്ന് ഇന്ത്യ നിയമപരമായി ഇതിനെ നേരിട്ടു. അവസാനം ബസുമതി അരിയുടെ GI അംഗീകാരം നമ്മൾ നേടിയെടുത്തു.
അത് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ മാത്രമല്ല സാമ്പത്തിക അവകാശങ്ങളുടെയും ഒരു വലിയ വിജയമായിരുന്നു. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്താണ് GI? അതൊരു വെറും ലേബലല്ല. ഒരു പ്രദേശത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഒന്നടങ്കമുള്ള അവകാശമാണത്. നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണങ്ങളിലേക്ക് ഒന്നുകൂടി വരാം. ഒരു കുപ്പി ഷാംപെയിൻ, ഒരു കപ്പ് ഡാർജിലിംഗ് ചായ, അല്ലെങ്കിൽ ഒരു നല്ല കാഞ്ചീപുരം പട്ടുസാരി. ഇതിലൊക്കെയുള്ള GI ടാഗ് ഉറപ്പുതരുന്നത് അതിന്റെ തനിമയാണ്. ആ ഒരൊറ്റ ടാഗ് അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു സമൂഹത്തെ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുന്നു. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം. ലോകം മുഴുവൻ ഒരേപോലത്തെ ബ്രാൻഡുകളും ഉൽപ്പന്നങ്ങളും കൊണ്ട് നിറയുമ്പോൾ ഈ പ്രാദേശികം അല്ലെങ്കിൽ നാടൻ എന്നതിന് എന്തുകൊണ്ടാണ് ഇത്രയും വില കൂടുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങളെന്താണ് ചിന്തിക്കുന്നത്?